നാളെ കർക്കിടക വാവുബലിയല്ലേ. ചില ഭക്തജനങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അത് ദൂരീകരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. കർക്കിടക വാവ് ബലിതർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കർക്കിടക വാവ്. മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരായ ആത്മാക്കൾക്ക് നിത്യശാന്തിയും മോക്ഷവും ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ കർമ്മം അനുഷ്ഠിക്കുന്നത്. നമ്മുടെ പൂർവികർ നമ്മെ കാണാനായിട്ട് ഭൂമിയിലേക്ക് വരും. അപ്പോൾ അവരുടെ വിശപ്പും ദാഹവും അകറ്റുവാൻ വേണ്ടിയിട്ട് തിലോദകവും പിണ്ടവും നൽകി നമ്മൾ തൃപ്തിപ്പെടുത്തുന്നു. അപ്പോൾ അത് തൃപ്തിപ്പെടുമ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യുന്നു? അനുഗ്രഹം വർഷിക്കുന്നു. 3 തലമുറയ്ക്കാണ് അനുഗ്രഹം വർഷിക്കുന്നത്. അതായത് ഞാനാണ് ബലിതർപ്പണം ചെയ്യുകയാണെങ്കിൽ എനിക്ക്, എൻ്റെ മക്കൾക്ക്, അവരുടെ സന്താനങ്ങൾക്ക്, അങ്ങനെ 3 തലമുറയ്ക്കാണ് അനുഗ്രഹം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബലി ചെയ്യുമ്പോഴും നമ്മൾ 3 തലമുറ മുന്നേ ചിന്തിക്കണം. അതായത് ഞാൻ ഇപ്പോൾ ബലിയിടുന്നത് അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ അവരുടെ പേരൻസിനും പിന്നെ ഗ്രാൻഡ് പേരൻസിനുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനിന്ന് പറയാൻ പോകുന്നത് ബലിതർപ്പണത്തിനെക്കുറിച്ചോ ഇല്ലെങ്കിൽ ബലി എങ്ങനെ ഇടുന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നുമല്ല. പൊതുവെ കേരളത്തിൽ എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു സംശയമാണ്, കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാവ് ബലി ഇടാമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ച് വർഷങ്ങൾ കഴിഞ്ഞു, വീണ്ടും ആ കുടുംബത്തിൽ വീണ്ടും ഒരു മരണം സംഭവിക്കുകയാണ്. അപ്പോൾ ആ മരണം സംഭവിച്ചിട്ട് 1 വർഷം ആവുന്നുമില്ല. അതായത് നമ്മുടെ ആണ്ടുബലി നടത്തുമല്ലോ, ആണ്ടുബലി പൂർത്തിയാകാതെ വരുമ്പോൾ നമ്മുടെ ആദ്യം മരിച്ച, അതായത് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിലുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 13 വർഷമായി, എൻ്റെ അമ്മ മരിച്ചിട്ട് 11 മാസമായി. 11ാമത്തെ ബലിയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മയുടെ 1 ആണ്ട് കഴിയാത്തത് കൊണ്ട് എനിക്ക് അച്ഛൻ്റെ ബലി ഇടാമോ എന്നുള്ളൊരു ഡൗട്ടാണ് ഒന്നാമത്തത്. പല ആൾക്കാരും, അതായത് ബന്ധുജനങ്ങളും പിന്നെ അറിയാവുന്ന ഫ്രണ്ട്സുകളും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ആണ്ട് പൂർത്തിയാക്കാത്തത് കൊണ്ട് ഇതൊരു പുലവാലായ്മയായിട്ടാണ് കരുതപ്പെടുന്നത്, അതുകൊണ്ട് അച്ഛൻ്റെ ബലി ഇടാൻ പാടില്ല എന്ന്. എനിക്ക് സംശയമുള്ളത് കൊണ്ട് ഞാൻ തിരുവല്ലത്തെ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്നും കിട്ടിയ അറിവെന്ന് പറയുന്നത്, അവിടുത്തെ പോറ്റി പറഞ്ഞു തന്നത്, 2 ആത്മാക്കളാണ് ഇവർ 2 പേരും. അമ്മയുടെ ബലി പൂർണ്ണമായില്ല എന്ന് പറഞ്ഞും കൊണ്ട് അമ്മയ്ക്ക് നമുക്ക് ബലിയിടാൻ പാടില്ല. അത് ശരിയാണ്. പക്ഷേ അച്ഛന് 13 വർഷം കഴിഞ്ഞില്ലേ, അച്ഛൻ്റെ ആ അവകാശം നമ്മളത് ചെയ്യുക തന്നെ വേണം. അച്ഛനെന്ന് പറയുന്നത് 13 വർഷമായി, നമ്മൾ 12 വർഷം കൊണ്ട് നമ്മൾ ആ ബലിതർപ്പണം നടത്തി വരികയാണ്. ഏത് വാവ് ബലി ഇടാറുണ്ട്, ആണ്ട് ബലി ഇടാറുണ്ട്. പിന്നെ അമ്മയ്ക്കുള്ളത് ഈ 11ാമത്തെ ബലിയും കഴിഞ്ഞ് അമ്മയുടെ ആണ്ട് ബലി കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷം മുതൽ നമുക്ക് അമ്മയുടെ ബലി ഇട്ട് തുടങ്ങാം. ഇതാണ് ഒന്നാമത്തെ ഡൗട്ട്, ഇടാമോ ഇടാൻ പാടില്ലയോ എന്നാണ്. അപ്പോൾ പോറ്റി പറഞ്ഞത് മരിച്ചു പോയ അച്ഛന് വേണ്ടിയിട്ട് ഇടാം, അതിന് വേറൊരു തെറ്റില്ല. പക്ഷേ ചില നാട്ടിൽ അവർക്ക് ഈ 1 വർഷം ഇങ്ങനെ ബലി ഇടുന്നത് കൊണ്ട്, ആണ്ട് ബലി കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അച്ഛൻ്റെ ബലി ഇടാതെ ഇരിക്കുന്നവരുമുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട് എന്ന് പോറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ബലിതർപ്പണം ചെയ്യുക. ഒരു മുതിർന്ന വ്യക്തിയോടോ ഇല്ലെങ്കിൽ മേൽശാന്തിയോടോ ചോദിച്ച് നമുക്ക് തീരുമാനിക്കാം. മേൽശാന്തി ഇടാൻ പറയുകയാണെങ്കിൽ നമുക്ക് ബലിതർപ്പണം ചെയ്യാം. ഇല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷം 2 പേർക്കും, അമ്മയ്ക്കും അച്ഛനും ബലിതർപ്പണം നടത്താം. പൊതുവെ കേരളത്തിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് 1 വർഷം ആണ്ട് തികയാതെ മറ്റൊരു ബലി ചെയ്യാറില്ല. അത് പുലവാലായ്മ ഉണ്ടെന്നാണ് വിശ്വാസം. കേരളത്തിൽ ആണ്ട് തികയുന്നത് വരെ ബലിതർപ്പണം നടത്താറില്ല. വാവ് ബലിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. വാവ് ബലി ചെയ്യാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ പുലവാലായ്മ ഉണ്ടെന്നാണ് വിശ്വാസം. 1 വർഷം തികയാതെ ആണ്ടുബലി നടത്താൻ പാടില്ല എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ അസ്ഥിത്തറ ഉണ്ടാകും. അപ്പോൾ ഈ അസ്ഥിത്തറ എത്ര വർഷം ഇരിക്കുമോ അതിനനുസരിച്ച് പുലവാലായ്മ ഉണ്ടെന്നാണ് അർത്ഥം.
പിന്നെ വേറൊരു കാര്യം, പണ്ടുള്ള ആൾക്കാർ അസ്ഥിത്തറ വർഷങ്ങൾ കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ട് വച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ അസ്ഥി എത്രത്തോളം നമ്മുടെ വീട്ടിലിരിക്കും അത്രത്തോളം നമുക്കൊരു കുലപാലായ്മ ഉണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർഷം അച്ഛനും ബലിയിടാൻ പാടില്ല എന്ന് പറയുന്നത്. അടുത്ത സംശയം എന്ന് പറയുന്നത്, മരിച്ച അമ്മയുടെ ആണ്ട് ബലി എപ്പോഴാണ് വരുന്നത്? അതായത് പൊതുവെ കണക്ക് പറയുന്നത് 13 ബലിയാണ് കണക്ക് പ്രകാരം വരുന്നത്. അതായത് മരിച്ച് 41 കഴിഞ്ഞ് അടുത്ത ദിവസം മരിച്ച നാൾ വരുന്നതാണ് നമ്മൾ ഒന്നാമത്തെ ബലിയായിട്ട് കൂട്ടുന്നത്. ഈ 41 ദിവസം വരെയും നമ്മൾ കണക്ക് കൂട്ടാറില്ല. 41-ന് ശേഷം വരുന്ന നാൾ, ഏത് നാളിലാണോ മരിച്ചത് ആ നാളിലുള്ള നാളോ തിഥിയോ ആലോചിച്ചിട്ടാണ് നമ്മൾക്ക് ആ ബലിയിടാൻ പോകേണ്ടത്. എങ്ങനെയാണ് കണക്ക് കൂട്ടാനുള്ളത്? അത് മരിച്ചത് കന്നിമാസത്തിലാണെങ്കിൽ ആ കന്നിമാസം അടുത്ത വർഷം കന്നിമാസം വരുന്ന കണക്കാണ്. ഒന്നുകിൽ കന്നിമാസത്തിലെ മരിച്ച നാളും, അല്ലെങ്കിൽ 13-ാമത്തെ നാൾ, അല്ലെങ്കിൽ 13-ാമത്തെ ബലി എപ്പം വരുന്നോ അതായിരിക്കണം കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ ദൂരീകരിച്ചെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ.